ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. എന്തൊക്കെയുണ്ട് കൂട്ടരെ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാ കൂട്ടുകാരും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ വീട്ടിലെ കുറച്ച് ജോലികൾ ഉൾപ്പെടുത്തുകയാണ്. എന്താന്ന് വെച്ചാല് ഇനിയിപ്പോ ഇന്ന് സൺഡേ ആണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? മിഥുനമാസമായില്ലേ, വീട് ക്ലീൻ ചെയ്യലും അങ്ങനത്തെ ഉള്ള കർക്കിടക സംക്രാന്തിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം. ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ വേറെയുള്ള ദിവസങ്ങളിലൊന്നും സമയം കിട്ടില്ല. അപ്പൊ കുറച്ചായിട്ട് അങ്ങനെ തുടങ്ങി കഴിഞ്ഞാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വാതിലും ജനലൊക്കെ ഹാളിലെ വാതിലും ജനലൊക്കെ ഒന്ന് കഴുകി തുടയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബക്കറ്റിൽ വെള്ളമൊക്കെ കൊടന്ന് അതിൽ ലിക്വിഡൊക്കെ ഒഴിച്ച് ഉമ്മറത്തെ വാതിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തു കേട്ടാ. പൊടി ഇല്ലായ്മയൊന്നുമില്ല. ഇനി ഹാളിലെ ജനല് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. വലിയൊരു പണിയാണ് അല്ലേ നമുക്ക്. കർക്കിടക മാസമൊക്കെ ആവാറായി. അപ്പോ ആ സമയത്ത് അതിന്റെ മുന്നേയിട്ട് ഇങ്ങനെ ചെയ്ത് തുടക്കലും കോരലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. വർഷത്തിലൊരിക്കൽ നമുക്ക് അങ്ങനെ വീട്ടിലത്തെ ഓരോ ഭാഗങ്ങളും ഫർണിച്ചറുകളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് പണ്ടുള്ള ആളുകൾ കണ്ടെത്തിയുള്ള ഒരു മാർഗമായിരിക്കാം. ഇപ്പൊ രാമായണ മാസമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ സാവധാനം തുടങ്ങി കഴിഞ്ഞാല് വലിയൊരു ബേർഡനായിട്ട് തോന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും ഇന്ന് 1-ാം തീയതിയാണ്. എന്തായാലും വൈകിട്ട് ഞാനിപ്പോ ഇവിടെയൊക്കെ തുടയ്ക്കാനായിട്ട് നിന്നു. ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം. പൊടി ഉണ്ട് കേട്ടോ, പൊടി ഇല്ലായ്മയൊന്നുമില്ല. അപ്പൊ എപ്പോഴും നമ്മളെ വീട്ടിൽ ഇങ്ങനെ നമ്മുടെ കൈ എത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ജോലിക്ക് പോകുന്നവർക്കൊന്നും അത് സാധിച്ചൊന്നും വരില്ല. അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനായിട്ട് നോക്കുക. അപ്പോ നമ്മൾ ആ പണി ഇവിടെ തുടങ്ങി കഴിഞ്ഞു. വീട് വൃത്തിയാക്കല്. ഇപ്പൊ പുറത്ത് നല്ല മഴയാണ്. മഴയുടെ സൗണ്ട് ഉണ്ടായിരിക്കും, അതിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോ മഴയൊക്കെ മാറിയിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യലൊന്നും സാധിക്കില്ല. നല്ല സൗണ്ട് ഉണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. വീഡിയോയില് നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ വീഡിയോ കാണുമ്പോ എല്ലാവരും വെറുതെ കണ്ടു പോവാതെ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഇല്ലേ, അവര് ആ വീഡിയോ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം തന്നെയാണ് മുന്നോട്ട് വീഡിയോ ഇടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം അത്ര ഈസി അല്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഈസി ആയ ഒരു കാര്യമൊന്നും അല്ല യൂട്യൂബിൽ വീഡിയോ ഇടുക, അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇങ്ങനെ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് എന്നും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കാണുമ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് തരണമെന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു. ജനല് ഇങ്ങനെയൊക്കെ അഴികളായിട്ട്, പണ്ടുള്ള വീടായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഴികളൊക്കെ ആകുമ്പോൾ തുടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ ഷാമ്പു കുറച്ചെടുത്ത് ഒഴിച്ചിട്ടാണ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇപ്പൊ തുടയ്ക്കുന്നത്. അങ്ങനെ ജനലെല്ലാം തുടച്ചു കഴിഞ്ഞു. ഉമ്മറത്തെ വാതിൽ തുടച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇനിയുണ്ട് മാറാല തട്ടാനും അതുപോലെ തന്നെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.